ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉച്ചക്കലത്തെ ഫുഡിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ മീൻ തലേദിവസം വാങ്ങിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രീസറിൽ മീൻ വെക്കുന്ന സമയത്ത് ഇതേമാതിരി വെള്ളം ഒഴിച്ചിട്ടാണ് ഫ്രീസറിൽ വെക്കാറുള്ളത്. അപ്പോൾ അതൊന്ന് ഐസ് വിടാനായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ ഞങ്ങൾ ചുമ്മാ കോർണിഷിൽ പോയപ്പോൾ ചൂണ്ടിടാൻ പോയപ്പോൾ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഫ്രീസറിൽ തന്നെ വെച്ചേക്കുന്നു. അപ്പോൾ അതും ഒന്ന് ഐസ് വിടാനായിട്ട് വെള്ളമൊഴിച്ച് വെച്ച് ഇങ്ങനെ വൈകുന്നേരം മിക്ക ദിവസം വൈകുന്നേരം സമയങ്ങളിൽ ഞങ്ങൾ ഇതേമാതിരി ചൂണ്ടിടാനായിട്ട് പോവും, വെറുതെ ഒരു രസം. അപ്പം അങ്ങനെ ഇതേമാതിരി മീൻ കിട്ടാറുണ്ട്. അപ്പം അത് കൊണ്ടുവന്നിട്ട് അപ്പം തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കാറാണ് പതിവ്. പക്ഷെ ഇന്നലെ അത് ചെയ്തില്ല, നേരെ എടുത്ത് ഫ്രീസറിൽ വെച്ചു. അപ്പോൾ അതാ ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരി അടുപ്പത്തിടണം. അരി അടുപ്പത്തിട്ടതിന് ശേഷമാണ് ബാക്കി കറിക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങാറ്. അപ്പം ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് കുത്തരിയാണ് കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടം കുത്തരിയാണ്. ഇനിയിപ്പോൾ അത് അരിയൊക്കെ ഒന്ന് കഴുകിയെടുത്ത് അടുപ്പത്തിടണം. അപ്പോൾ കുക്കറിലാണ് കേട്ടോ ഞാനിവിടെ ചോറ് വയ്ക്കാറുള്ളത്. അപ്പോൾ ഇതാ അരിയൊക്കെ കഴുകിയെടുത്ത് കഴിഞ്ഞു. ഇനി കുക്കറൊക്കെ ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് വെള്ളം വെക്കണം ചോറിനുള്ള. അങ്ങനെ ഇനി കുക്കർ അടുപ്പത്ത് വയ്ക്കും. വെള്ളം തിളയ്ക്കില്ല, വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴാണ് അരി ഇട്ട് കൊടുക്കാറുള്ളത്. അങ്ങനെ ഇതാ വെള്ളം ചൂടായി വന്നപ്പോൾ അരി ഇട്ട് കൊടുത്തു. സാധാരണ ഞാൻ ചോറിൽ ഉപ്പിടാറില്ല കേട്ടോ, ഉപ്പിടാണ്ടാണ് ചോറ് വയ്ക്കാറുള്ളത്. ഇനിയിപ്പോൾ ഒരു വിസിലാണ് കേട്ടോ ഈ കുക്കറിൽ. ഇതിൻ്റെ വേവ് ഒറ്റൊരു വിസിലടിക്കുമ്പോൾ നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. തീ ഫുള്ളിലിടില്ല കേട്ടോ, തീ കുറച്ചിട്ടിട്ട് ഒരു വിസിലാണ് ഓഫ് ചെയ്യാറ്. ഇനിയിപ്പോൾ അതാ അരി കഴുകിയ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഈ എടുക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ഓരോ പണി ചെയ്യുമ്പോഴും ആ എടുക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കും. അങ്ങനെ എല്ലാം അവസാനത്തേക്ക് വെക്കാറില്ല. അപ്പം നമുക്ക് കുറേ പാത്രങ്ങൾ ലാസ്റ്റ് എല്ലാ പണികളും കഴിഞ്ഞ് കഴിയുമ്പോൾ പാത്രങ്ങൾ ഒരു കുന്നുണ്ടാകും കഴുകാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ പണികളും കഴിയും, അതിൻ്റെ ഒപ്പം തന്നെ കിച്ചണും ക്ലീൻ ആയിട്ടിരിക്കും. പിന്നെ അവസാനം നമ്മൾ ഈ കറികളൊക്കെ കയ്യിൽ പാത്രം അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെ അവസാനമായിട്ട് കഴുകാനുണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ അതാ മീനൊക്കെ ഞാൻ ചട്ടിയിലേക്ക് മാറ്റാണ്. അപ്പോൾ ചെമ്മീൻ്റെയും ആ ചെറിയ മീൻ്റെയൊക്കെ ഐസ് വിട്ടിട്ടുണ്ടായിരുന്നു, മറ്റേത് ഐസ് വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പാത്രം ഒഴിവാക്കി രണ്ടും ഞാൻ 2 ചട്ടിയിലായിട്ട് ഇട്ട് വെച്ചു. അപ്പോൾ ഇതാ ഞാൻ വേറൊരു ചട്ടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മീനൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ചെമ്മീനും ഉണ്ട്, ആ ചെറിയ മീനുണ്ട്, അത് രണ്ടും ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ചെമ്മീൻ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഒരു സ്പെഷ്യൽ മസാല ഉണ്ട്, ആ മസാലയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ മസാലയുടെ കൂട്ട് ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. മറ്റേത് ഒട്ടും ഐസ് ഇട്ടിട്ടില്ല, നല്ല ഐസായിട്ട് തന്നെ ഇരിക്കുന്നു.
ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് കാണാം. മീൻ നന്നാക്കി ഇടുന്ന ചട്ടിയിലേക്ക് ഞാൻ ഉപ്പും സുർക്കയും ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കും കേട്ടോ. അതിലേക്കാണ് ഈ ക്ലീൻ ചെയ്തെടുക്കുന്ന മീൻ ഇട്ട് കൊടുക്കാറ്. അങ്ങനെ ആ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞു. ഇനി അതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ കഴുകിയെടുത്ത ശേഷം ഇതിൽ മറ്റേ ചെമ്മീൻ ഒഴികെയുള്ള മീനുമേലൊക്കെ ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കും. മസാല പെട്ടെന്ന് ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വരഞ്ഞിട്ട് കൊടുക്കുന്നത്. ഞാനിങ്ങനെ അടുപ്പിച്ചിങ്ങനെ കുറേ വരട്ട് കൊടുക്കും. ചിലർ 1 2 അല്ലെങ്കിൽ 3 വരയിലൊക്കെ നിർത്തും. അങ്ങനെയായാലും മതി. പക്ഷെ ഞാനിങ്ങനെ കുറേ ഇങ്ങനെ വരഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ നന്നായിട്ട് ഉള്ളിലേക്ക് മസാല പിടിക്കുമല്ലോ. അതായ സമയം കൊണ്ട് ചോറ് വെന്ത് വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീ കുറച്ചിടുന്നതുകൊണ്ട് ഒറ്റ വിസിൽ മതി. ഇത്തിരി സമയം ഇരിക്കുമെന്നുള്ളൂ, പക്ഷെ ഒറ്റ വിസിൽ മതി. അപ്പോൾ ആ ചോറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വിസിൽ പോയതിന് ശേഷം അതൊന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ ഈ വിസിൽ പോകുമ്പോൾ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളം പോകും. അത് അപ്പം തന്നെ തുടച്ചിട്ടില്ലെങ്കിൽ അത് അവിടെ അങ്ങനെ ഉണങ്ങിയിരിക്കും. ഇനി കറിക്കുള്ള പരിപാടി തുടങ്ങണം. അപ്പോൾ മീൻ മുളക് ഇടണം കേട്ടോ ചെയ്യുന്നത്. ആ മീനിൻ്റെ പേര് പരാക്കോടെ അങ്ങനെ എന്തോണ് ആ മീനിൻ്റെ പേര്, എനിക്ക് അതിൻ്റെ കറക്റ്റ് അറിയില്ല. പക്ഷെ നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ അത്. അപ്പോൾ അത് മുളക് ഇടുന്നുണ്ട്. പിന്നെ ബാക്കി മീൻ പൊരിക്കാൻ, പിന്നെ ചെമ്മീനിലേക്ക് ഞാൻ പറഞ്ഞില്ല ഒരു സ്പെഷ്യൽ മസാല ഉണ്ടെന്ന്. അപ്പോൾ ഇതിൽക്ക് 3 സാധനങ്ങളാണ് ഇപ്പം ഞാൻ അരിയാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, സവാള. അപ്പോൾ അതൊക്കെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. മുളക് കറിയിലേക്കുള്ള ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. മീനിൻ്റെ മസാലയിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മിക്സിയിലിട്ട് അരച്ചെടുക്കും. മുളക് കറിയിലേക്ക് ഞാൻ അതേ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അരയ്ക്കാനുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് 3 ഇട്ടിട്ടാണ് ഇപ്പോൾ അരച്ചെടുക്കുന്നത്. നമ്മുടെ ആ ചെറിയ മീനിൽക്കും വേണം, ചെമ്മീനിൽക്കും വേണം. അപ്പോൾ ചെമ്മീനിലേക്ക് തക്കാളിയും കൂടെ അരച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇത് 3 ആദ്യം അരച്ചെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മറ്റേ മീനിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ചെമ്മീനിൽക്കുള്ള ഉണ്ടാക്കുന്നത്. ചെമ്മീനിലേക്ക് തക്കാളിയും കൂടെ ചേർത്തിട്ടുള്ള അരപ്പുണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ചെറിയ മീനിൽക്കും എടുത്തിട്ടുണ്ട്. ആ ചെറിയ മീനിൽക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് തന്നെ ഒരു കഷ്ണം തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അതിലേക്കുള്ള മസാല തയ്യാറാക്കുക. അതിനകത്തേക്ക് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നുള്ളു കറി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയില്ലേ അതും, അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് സുർക്ക ഒഴിച്ച് കൊടുക്കും. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറുനാരങ്ങ നീര് ഒഴിക്കണമെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സുർക്ക ഒഴിച്ച് കൊടുക്കാം. ഞാൻ കൂടുതലും സുർക്കയാണ് ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ സുർക്ക ഒഴിച്ച് കൊടുത്ത് ഈ സമയത്ത് നമ്മൾ ഒന്ന് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് മീനിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മസാല തേച്ച് നേരെ വയ്ക്കാം. അപ്പോൾ നമ്മൾക്ക് ബാക്കി കറികളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് മീൻ പൊരിക്കാനായിട്ട് നിൽക്കുള്ളൂ. അപ്പോഴത്തേനും നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടാവും മീനിൽ.
ഇനി ഈ മീൻ ചട്ടിയിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം കേട്ടോ. എന്നിട്ട് ഇതിൽ തന്നെയാണ് ഈ ചട്ടി കഴുകി എടുക്കണില്ല, ഇതിൽ തന്നെ ചെമ്മീൻ്റെ അരപ്പുണ്ടാക്കിയിട്ട് ഇതിനകത്ത് ഒഴിച്ചിട്ട് ചെമ്മീൻ ഇതിലിട്ടിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അതാ ചെമ്മീനിൽക്കുള്ള മസാല ഉണ്ടാക്കണം. അപ്പം നേരത്തെ ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് കുറച്ച് അതിനകത്തുണ്ട്. അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം തക്കാളി, ഞാനിപ്പോൾ ഏകദേശം ഒരു 5 ചെമ്മീൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം ഒരു കുഞ്ഞ് കഷ്ണം തക്കാളിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് ഇതായി കറിവേപ്പില കഴുകി കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കഴുകിങ്ങാറ്റും ഒപ്പം തന്നെ മുളക് കറികൾക്കുള്ളതും കൂടെ മാറ്റി വെക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം തക്കാളി, ഇത്രയാണ് ഇപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം ഞാനിവിടെ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. എരിവുള്ള മുളക് പൊടി ഇതിനകത്ത് ഇട്ടിട്ടില്ല, ഇത്തിരി കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക, എന്തോരം മീനുണ്ട് അതിനാവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ പൊടികളുടെ കണക്കൊന്നും ഞാനിവിടെ പറയുന്നില്ല കേട്ടോ, കാരണം ഓരോരുത്തരും ഓരോ ക്വാണ്ടിറ്റി അനുസരിച്ചല്ലേ മീൻ എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനൊരു നുള്ളി കറി മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പൊടികളുടെ ടിന്നുകളൊക്കെ കബോർഡിൻ്റെ ഉള്ളിലേക്ക് തന്നെ തിരിച്ചെടുത്ത് വയ്ക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കാം, പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മസാലയിലേക്ക് ചെറുനാരങ്ങ നീരോ സൊർക്കയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഓൾറെഡി തക്കാളിയിലെ ചെറിയ പുളി ഉണ്ടാവും, അതിൻ്റെ പേരിൽ അത് രണ്ടും ചേർത്ത് കൊടുക്കണില്ല. അങ്ങനെ മസാല റെഡി ആയതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ മസാല അതുമ്പോൾ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എല്ലാ കാര്യങ്ങളും എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം മീൻ പൊരിച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ആ മസാല ഒക്കെ നന്നായിട്ട് മീനിലേക്ക് പിടിക്കാനുള്ളൊരു സമയം കിട്ടും. അപ്പോഴത്തേനും ചോറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്, കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് ഊറ്റിയെടുക്കണം. അപ്പോൾ ഇതേമാതിരി ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതേമാതിരി ഓട്ടമുള്ള ഊറ്റാൻ പറ്റിയ പാത്രം വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കൊട്ടക്കയിൽ വെച്ചിട്ട് ചോറ് ഊറ്റിയെടുക്കുക. അപ്പോൾ കൊട്ടക്കയിൽ നിന്ന് വെള്ളം ഫുള്ള് പോകാൻ വേണ്ടി നിൽക്കില്ല, കാരണം ഊറ്റുപാത്രത്തേക്കല്ല നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ചോറ് മുഴുവൻ അതിനകത്തേക്ക് വെള്ളം വാർന്നെടുത്ത് അതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കുക. അങ്ങനെ കുക്കറൊക്കെ കഴുകിയെടുത്തു. ഇനിയിപ്പോൾ കറിക്കുള്ള മീനൊന്ന് ഐസ് വിട്ടിട്ടുണ്ട് ഏകദേശം, അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കറി വെക്കാനുള്ള ചട്ടി ഒന്ന് കഴുകി എടുത്തുകൊണ്ട് ടിഷ്യൂ വെച്ചൊന്ന് തുടച്ചെടുക്കാം. ചട്ടി ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയൊക്കെ നല്ല കട്ട പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാവുന്ന നേരം കൊണ്ട് ഞാൻ കുടംപുളി വെള്ളത്തിലിട്ട് വയ്ക്കണം. അപ്പോൾ ഏകദേശം ഒരു 3 ചെറിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇത് നേരെ ചൂടുവെള്ളത്തിലാണ് ഇട്ട് വയ്ക്കുന്നത് കേട്ടോ. പുളി ഇതാ ഒന്ന് കഴുകിയെടുത്തുങ്ങായിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്.
വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഉലുവ പൊട്ടിക്കാൻ ഇട്ട് കൊടുത്തു. ഉലുവ ഒന്ന് പൊട്ടി വന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് ചതച്ച് വെച്ച ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇഞ്ചി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒന്ന് നന്നായി മൂത്ത് വന്നപ്പോൾ അതിനകത്തേക്ക് ഞാൻ ചെറുതായി അരിഞ്ഞ സവാള ഇട്ട് കൊടുത്തു. പിന്നെ നടുകീറിയിട്ടുള്ള പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സവാള ചെറുതായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. ഉപ്പ് കുറച്ച് സവാള ഇട്ടപ്പോൾ തന്നെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സവാള ഇത്തിരി പെട്ടെന്ന് വാടിക്കിട്ടും. അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ഇനി ഇതൊന്ന് വാട്ടിയെടുക്കാം. സവാള ഒന്ന് വാടി വന്നപ്പോൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ച് തക്കാളി ഇട്ട് കൊടുത്തു. അപ്പോൾ തക്കാളി മുഴുവനും എടുത്തിട്ടില്ല, കുറച്ച് തക്കാളി മാറ്റി വെച്ചിട്ട് ബാക്കി തക്കാളി അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത്. ആ മാറ്റി വെച്ച തക്കാളി നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട് കേട്ടോ. തക്കാളി ഒന്ന് ഏകദേശം വാടി കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 സ്പൂണ് മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉലുവട പൊടി ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഉലുവട പൊടി ചേർത്ത് കൊടുക്കേണ്ടവർക്ക് അത് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഇപ്പോൾ ഉലുവ പൊട്ടിച്ചെടുത്ത കാരണം ഉലുവട പൊടി ചേർത്ത് കൊടുക്കണില്ല. ഇനി ഗ്യാസ് ഓൺ ചെയ്യുക. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തീ കുറച്ചിട്ടിട്ട് ചെയ്യുക, പൊടികൾ കരിയാണ്ടിരിക്കാൻ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ ചൂടുവെള്ളത്തിലിട്ട് വെച്ച കുടംപുളി ആ വെള്ളത്തോടുകൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഇത്തിരി ഇത്തിരിയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇതിൻ്റെ മുകളിൽ ആ എണ്ണ തെളിയുന്ന വരെ ഇത് തിളച്ചതിന് ശേഷമാണ് മീനിട്ട് കൊടുക്കുന്നത്. ആ സമയം കൊണ്ട് ബാക്കി പണി നോക്കാം. അപ്പോൾ ഇനി ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് പാലക് ചീരയാണ് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് ഉപ്പേരിയാക്കി എടുക്കണം. ഈ തോരനില്ലേ, അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഞങ്ങൾ ഇവിടെ ഉപ്പേരി എന്നാണ് പറയുക ഇതിന്. ഇടയ്ക്ക് ഒന്ന് കറി ഇളക്കി കൊടുക്കണമുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ ആവശ്യത്തിനുള്ള ചീര എടുത്ത് വെച്ചിട്ടുണ്ട്. ചീര അരിഞ്ഞെടുത്തതിന് ശേഷമാണ് കേട്ടോ കഴുകണത്. ചീര അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു, എണ്ണ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ്, പുളി, എരു ഇതൊക്കെ ഒന്ന് നോക്കാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവ് തോന്നിയ കാരണം കുറച്ച് ഉപ്പും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുത്തി ഇളക്കാണ്ട് പതുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ നേരത്തെ കുറച്ച് തക്കാളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതും ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കാം.
ഇത് മീൻ വേവണ വരെ നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. നമുക്ക് ബാക്കി ചീര ഒന്ന് അരിഞ്ഞെടുക്കാം. ചീരയൊക്കെ ഇതാ ഇവിടെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചീര നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകി വെള്ളം വാറ്റാൻ വെക്കണം. ആ നേരം കൊണ്ട് തേങ്ങ ചിരവിയെടുക്കാം. ചീരയൊക്കെ വെള്ളം വാർത്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട തേങ്ങയുടെ കൂട്ടുണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് ചെറുതാക്കി എറിഞ്ഞ സവാള, പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കൈ കൊണ്ട് തിരുമ്പി കൂട്ടാണ് ചെയ്യുന്നത്. ഇത് മിക്സിയിലിട്ട് ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ എല്ലാ തരത്തിലും ചെയ്ത് നോക്കാറുണ്ട്. ഞങ്ങൾക്ക് ഒന്നും കൂടി ഇഷ്ടം അങ്ങനെ ഇതുപോലെ ചതയ്ക്കാണ്ട് ഇടുന്നതാണ് കേട്ടോ. അന്നേരം കൊണ്ട് ഇതാ മീൻ ഇവിടെ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം മീനൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഉപ്പും പുളിയും എരിവും ഒക്കെ നല്ല കറക്റ്റ് പാകമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് എന്ത് ചെയ്യണം, പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതാ മീനൊക്കെ നന്നായിട്ട് വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. ഈ രീതിയിൽ മീൻകറി വെക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് ചീരപ്പേരിക്കുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്ത് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന ചീര അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചീര ചൂട് തട്ടുമ്പോൾ ഒന്ന് വാടി വരും. അപ്പോൾ അതിന് ശേഷം ചമ്മന്തി ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കൂടെ ആയിട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ കുറച്ചായിട്ടാണ് ഞാൻ ചീര ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ മീൻ പൊരിക്കാനുള്ള ചട്ടിയും കൂടെ ഒപ്പം തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. സമയത്ത് ചീര ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ചൂട് തട്ടിയപ്പോൾ ചീര അത്യാവശ്യം വാടി വരുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ചമ്മന്തി ഇട്ട് കൊടുക്കാം. ഈ 2 തരത്തിൽ ചമ്മന്തി ചേർക്കുമെന്ന് പറഞ്ഞില്ലേ, ചതച്ചിട്ടും ചേർക്കും, ഇങ്ങനെയും ചേർക്കും. പക്ഷേ ഇങ്ങനെ ഇടുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. മറ്റേതും വിട്ടിട്ട് മറ്റേതും ടേസ്റ്റ് തന്നെയാണ്, എങ്കിലും ഒന്നും കൂടെ ടേസ്റ്റ് ഇങ്ങനെ ചെയ്യണതാണ് കേട്ടോ. ഇനിയിപ്പോൾ അതാ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അത് അവിടെ ഇരുന്ന് വന്നോളൂ കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിന് ചട്ടി ചൂടായ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ചെമ്മീൻ ഇട്ട് കൊടുത്ത്. അപ്പോഴത്തേനും എൻ്റെ ഫോൺ ഓഫായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ചാർജിനിട്ടിട്ട് ആണ് അപ്പോഴത്തേനും ഏകദേശം ചെമ്മീനൊക്കെ ഇട്ട് ഒരു ഭാഗം സെറ്റായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു മസാല അടിപൊളിയാണ് കേട്ടോ. അതിപ്പോൾ ഫ്രൈ ചെയ്യുന്ന നേരത്ത് ഭയങ്കര സ്മെല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഈ ചട്ടിയിൽ തന്നെ ഞാൻ മറ്റേ മീനും പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചാർജ് ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുത്തത്. റാഷിൻ്റെ ഫോണിൽ, എൻ്റെ ഫോൺ ഓഫായിട്ട് റാഷിൻ്റെ ഫോണിൽ എടുത്ത് നോക്കിയപ്പോൾ രണ്ടും ക്ലാരിറ്റി വ്യത്യാസമുണ്ട് 2 ഫോണിൽ എടുക്കുമ്പോഴും. അപ്പോൾ അതിന് നിന്നില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചാർജിനിട്ടു, ബാക്കി വീഡിയോ എടുക്കാൻ നിന്നു. ഏകദേശം ചീര അവിടെ റെഡി ആയിട്ടുണ്ട്. ചെമ്മീനും ഫുള്ളായിട്ട് റെഡി ആവണതിന് മുന്നേ തന്നെ ഫോൺ പിന്നെയും ഓഫ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ നേരെ കൊണ്ടുപോയി ചാർജിനിട്ടിട്ട് ബാക്കി വേറെ ഒന്നുമില്ല, ഇപ്പം എല്ലാം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റേ മീനും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാനുണ്ടായിരുന്നുള്ളൂ.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ദാ ഫൈനലി ഫുഡ് എല്ലാം റെഡി ആയിട്ടുണ്ട്. മീൻകറി, ചോറ്, അതുപോലെ തന്നെ തൈര്, പിന്നെ ആ ചെറിയ മീൻ പൊരിച്ചെടുത്തത്, അതുപോലെ ചെമ്മീൻ പൊരിച്ചെടുത്തത്. ഈ ചെമ്മീൻ്റെ മസാല എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ മീൻകറി, പിന്നെ ദാ അച്ചാർ. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഉച്ചക്കലത്തെ ഫുഡ്. അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തെ ഫുഡിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന മീൻകറിയുടെയും ചീരയുടെയും അതുപോലെ തന്നെ ആ ചെമ്മീൻ ഫ്രൈയുടെ ഒക്കെ റെസിപ്പി എന്തായാലും നിങ്ങൾ അതുപോലെ എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഉച്ചക്കലത്തെ ഫുഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.